പോലീസോ എക്സൈസോ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോ മാത്രം വിചാരിച്ചാൽ ലഹരി എന്ന മഹാവിപത്തിനെ തടയുവാൻ കഴിയുകയില്ല. നാടിന്റെയും നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും ഭദ്രതയ്ക്ക് വേണ്ടി നേരിടണം ഒറ്റക്കെട്ടായി ലഹരി എന്ന ഈ മഹാവിപത്തിനെ. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വിദ്യാർത്ഥി മുതൽ ചെറുപ്പക്കാരായാലും അതിൽ പ്രായത്തിൽ മൂത്തവരായാലും ലഹരിയുടെ ഉപയോഗം അവരുടെ സമൂഹത്തെ തന്നെ, അവരുടെ ജീവിതത്തെയും സമൂഹത്തെയും പറഞ്ഞു കൊള്ളുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. മദ്യവും മയക്കുമരുന്നും, കഞ്ചാവ്, MDMA പോലുള്ള നിരോധിത മയക്കുമരുന്നുകൾ നാടിൽ സുലഭമായി കിട്ടുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ യുവജനങ്ങളുടെ എല്ലാം കൂട്ടായ പരിശ്രമത്തിലൂടെ, അതിനെയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കർമ്മ പരിപാടികൾക്കാണ് നമ്മൾ രൂപം നൽകേണ്ടുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന നാടിന് ആപത്കരമായ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുവാൻ എല്ലാവരോടും ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് ലഹരിയുടെ ഈ ഒരു ഉപയോഗമാണ്. സ്കൂളുകളിലായാലും കോളേജുകളിലായാലും നമ്മുടെ യുവതലമുറ ഈ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം ചേർന്ന് പലതരത്തിലുള്ള ഇതിന് എതിരായുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിന് നമ്മുടെ കുടുംബങ്ങളെല്ലാം ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പോലീസിനും എക്സൈസിനും ഒക്കെ സഹായകമായി നിൽക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ, ഇപ്പൊ നമ്മുടെ സ്കൂൾ തലം മുതൽ പിഞ്ചു കുഞ്ഞുങ്ങളിലാണ് ഈ മിഠായിയുടെ രൂപത്തിൽ ഇത്തരം മയക്കുമരുന്നുകൾ കുത്തിവെക്കുന്നത്. കുട്ടികൾ അറിയാതെ വാങ്ങി ഈ മിഠായികൾ ഉപയോഗിക്കുകയും അതിൽ നിന്ന് മാരകമായ മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് ഇവർ അറിയാതെ എത്തപ്പെടുകയും ചെയ്യുന്നു. അതിന് നമ്മൾ രക്ഷകർത്താക്കളാണ് ജാഗരൂകരാകേണ്ടത്. അത് എല്ലാ രക്ഷകർത്താക്കളും ഈ ഗവൺമെന്റിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും എക്സൈസിനും അനുകൂലമായിട്ട് അവർക്ക് സഹായകമായി അവരോട് തോൾ ചേർന്ന് ഒരു വലിയ യുദ്ധത്തിന് തന്നെ തയ്യാറെടുക്കേണ്ട സമയമായിരിക്കുകയാണ്. ലഹരിക്കെതിരെ കേരള സർക്കാരിന്റെ ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിനും ഒപ്പം ഞങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ വീടുകളിൽ പ്ലാസ്റ്റിക്കിന് ഇറങ്ങുമ്പോൾ ഞങ്ങളും അതിനെതിരെ ഉള്ള പ്രചാരണം നടത്തും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ നാടിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി. അത് യുവജനങ്ങളിൽ മാത്രമല്ല, മുതിർന്നവരിലും കാലാകാലങ്ങളിലായി ഉണ്ടായിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അതിനെതിരെ സംസ്ഥാന ഗവൺമെന്റും ലോക്കൽ ബോഡീസും വ്യക്തികളും സംഘടനകളും എല്ലാം ഒത്തുചേർന്ന് ഒരുമിച്ച് ഈ വിപത്തിനെ നേരിടാൻ തയ്യാറാകുക. ഇത് നാടിനുണ്ടാകുന്ന ആപത്ത് നാളത്തെ തലമുറയും കുടുംബങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കും എന്നുള്ള തിരിച്ചറിവ് ഒരു സന്ദേശമായി എത്തിക്കാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പിന്തുണ ഇതിനുണ്ടാകണം. പോലീസിനെയോ എക്സൈസോ ഉദ്യോഗസ്ഥവൃന്ദങ്ങളോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. വ്യക്തികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കുടുംബത്തിലും അത് സമൂഹത്തിലും അത് നമ്മുടെ നാടിനാകെയും ഒരു മാറ്റം, ഒരു വെളിച്ചം പകരാൻ ഇടയാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വീട്ടിലുള്ളവരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിന് ഒരു ഭാരമായി മാറുന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ നാട് ഒന്നിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും ഇത് അവരെ നമുക്ക് പോലീസിനോ മറ്റുള്ളവർക്കോ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ട. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ രക്ഷിതാക്കള് കഷ്ടപ്പെടുന്നതും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഉയർച്ചയെ പ്രതീക്ഷിച്ചാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ഈ മോഹങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും വിലങ്ങുതടിയാകരുത്. ഇത്തരം ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ സ്വമേധയാ തന്നെ അകന്നു നിൽക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയുകയാണ്, ഈ ലഹരി ഉൽപ്പന്നങ്ങൾ അതിൽ നിന്ന് വളരെ അകലം പാലിക്കുക.